മീൻ പൊരിക്കുന്നതിന് ഇത്ര രുചിയോ എന്നാരും ചോദിച്ചു പോകും. ഞാനുണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾ മസാലയൊക്കെ തയ്യാറാക്കിയിട്ട് മീനൊന്ന് പൊരിച്ച് നോക്കിക്കേ. ഒരിക്കലും ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു രീതിയിലേ നിങ്ങൾ ഏത് മീൻ കിട്ടിയാലും പൊരിച്ച് നോക്കുകയുള്ളൂ. ഇതിന് പ്രത്യേകിച്ച് കൂട്ടുകളൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ലൊരു മീൻ പൊരിച്ചത് തയ്യാറാക്കാനായിട്ടാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക. വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി വേണേ. എപ്പോഴും ഉണ്ടാക്കുന്നതിൽ നിന്ന് ഒരു മാറ്റമൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നതല്ലേ. എങ്കിൽ പിന്നെ ഇനി നിങ്ങൾക്ക് മീൻ കിട്ടുമ്പോൾ ഈ ഒരു രീതിയിലൊന്ന് പൊരിച്ച് നോക്കണേ. അപ്പോൾ നമുക്ക് മീൻ പൊരിക്കുന്നതിന് വേണ്ടിയിട്ട് കൊച്ചുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ചീരകം, കുരുമുളക് ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ കറക്റ്റ് അളവ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇപ്പോൾ ഇത്രയും നമ്മളെല്ലാം കൂടി എടുത്ത് വെച്ചിട്ട് ഇനി ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിൻ്റെ ചെറിയ ജാറുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കാനായിട്ട് പോവാണേ. ഈ ഒരു മസാലക്കൂട്ട് ഏത് മീൻ ഫ്രൈ ചെയ്യുമ്പോഴും എടുക്കാം. പ്രത്യേകിച്ച് ഇന്നൊരു മീനൊന്നും ഒന്നുമില്ല കേട്ടോ. മത്തിയാണെങ്കിലും അയലയാണെങ്കിലും കരിമീനാണെങ്കിലും ഏത് മീനിനും ഈ ഒരു രീതിക്ക് തന്നെ മസാല തയ്യാറാക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു മസാലക്കൂട്ടിലേക്ക് നല്ലൊരു കളറൊക്കെ കിട്ടുന്നതിന് വേണ്ടി കാശ്മീരി മുളക് പൊടി ഒരു 2 ടീസ്പൂൺ അളവിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചെറുനാരങ്ങ നീരാണ്. ഒരു ചെറിയ നാരങ്ങയുടെ നീര് മാത്രം ചേർത്ത് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഈ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ മീൻ പൊരിച്ചെടുക്കുന്ന സമയത്ത് തിരിച്ചും മറിച്ച് ഇടുവില്ലേ, അപ്പോൾ പെട്ടെന്ന് അടിയിൽ പിടിക്കാതെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. പിന്നെ ഇതെല്ലാം കൂടി ഒന്ന് അരച്ച് നല്ലതുപോലെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളവും കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു രീതിക്ക് വേണം അരച്ചെടുക്കാനായിട്ട്. ഒരുപാട് അങ്ങ് വെള്ളം കൂടി പോയിട്ടില്ല. കറക്റ്റ് പരുവത്തിന് തന്നെ നമുക്ക് അരച്ചെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ അരച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ മീനിലേക്ക് പുരട്ടി കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ അതിൽ എല്ലാം നല്ല ഭംഗിയായിട്ട് നമുക്ക് തേച്ച് പിടിപ്പിക്കാനായിട്ട് കഴിയും. ഞാനിവിടെ ഈ ഒരു മീനാണ് എടുത്തിരിക്കുന്നത്. പൊരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് 8 എണ്ണം എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി അതിൻ്റെ സൈഡിലൂടെയൊക്കെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരഞ്ഞു കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ ഈ മസാലയൊക്കെ ഉള്ളിലേക്കൊക്കെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ മീനൊക്കെ നമ്മൾ നല്ലതുപോലെ എടുത്ത് വെച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് നല്ലതായിട്ട് മസാലയൊക്കെ ഒന്ന് പുരട്ടിയെടുക്കാം. അപ്പോൾ കണ്ടോ നല്ലതുപോലെ ഒന്ന് പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോഴേക്ക് മസാലയൊക്കെ നല്ലതുപോലെ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ പിടിച്ചിട്ടുണ്ടാകും. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മളൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇങ്ങനെ എണ്ണയിലേക്ക് കറിവേപ്പിലയൊക്കെ ഇട്ട് മീൻ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിലുണ്ടല്ലോ നമ്മൾ ചട്ടുകം വെച്ച് തിരിച്ചിടുന്ന സമയത്ത് അതിൻ്റെ അടിഭാഗമൊക്കെ ഇളകിപ്പോകാതെ നല്ലതായിട്ട് നമുക്ക് കിട്ടും. പണ്ടേതോ മാസികയെ ഞാൻ വായിച്ചതാണ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ മീനൊക്കെ നല്ലതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ കഴിയുമെന്ന്. അതിനുശേഷം ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്തപ്പോഴൊക്കെ നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഇങ്ങനെ കറിവേപ്പില ഉണ്ടെങ്കിൽ എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്ന്. അപ്പോൾ നമ്മൾ മീനൊക്കെ ഇട്ട് കൊടുത്ത് 4 എണ്ണം മാത്രമേ ഇട്ടിട്ടുള്ളൂ ആദ്യം. അതിനുശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടാണ് ഇത് ഫ്രൈ ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാനായിട്ട് പോവാണ്. കാര്യം ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മറു സൈഡും കൂടി അതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ കണ്ടോ നല്ലതുപോലെ അത് പറഞ്ഞു പോകാതെ അതിൻ്റെ സൈഡൊക്കെ വിട്ടു പോകാതെ നല്ലതായിട്ട് കിട്ടിയത് കണ്ടോ. നമ്മളിങ്ങനെ കറിവേപ്പില ചേർത്തത് കൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് തോന്നും ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ വെച്ചിട്ടായിരിക്കും ഇങ്ങനെ കിട്ടിയതെന്ന്. അതല്ല, ഏത് പാത്രത്തിൽ സാധാരണ നമ്മുടെ അലൂമിനിയം ചീനച്ചട്ടിയൊക്കെ ഉണ്ടല്ലോ അതിലാണെങ്കിൽ പോലും നമ്മളിങ്ങനെ കറിവേപ്പില ചേർത്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ നല്ലതുപോലെ തന്നെ കിട്ടും കേട്ടോ. അങ്ങനെ 4 മീനും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും ഒന്ന് നല്ലതുപോലെ ആ ഒരു സൈഡും ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതും ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കഴിയും. പിന്നെ ഒരുപാട് അങ്ങ് മുരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ ഒത്തിരി അങ്ങ് മുരിച്ചെടുക്കാനായിട്ട് പോയിട്ടില്ല. 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ മീനൊക്കെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഒരുപാട് സമയം നമുക്കിത് എണ്ണയിലിടണ്ട. ഒത്തിരി അങ്ങ് മുരിഞ്ഞ് നമുക്ക് കഴിക്കാൻ നേരത്തെ അങ്ങ് ഹാർഡായിട്ടിരിക്കും. അപ്പോൾ അത് വേണ്ട. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ എണ്ണയിൽ എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയേ.
ഈ മീനിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ പേര് പറയാഞ്ഞത്. നമുക്കിവിടെ കിട്ടുന്ന മീനാണ്. കരിമീൻ പോലെ ഇരിക്കും കണ്ടാൽ, പക്ഷേ കരിമീനല്ല. ഒരുപാട് വിലയൊന്നും ഇല്ലാത്ത മീനാണ് കേട്ടോ. പെട്ടെന്ന് നമ്മൾ അടുത്ത 4 എണ്ണം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ് ഈ ഒരു മീൻ മസാല ചേർത്ത് മീൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒരു മസാലക്കൂട്ട് ഉണ്ടാക്കി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണേ. അങ്ങനെ എല്ലാ മീനും നമ്മൾ പൊരിച്ച് നമ്മളൊരു പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോ? വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും താങ്ക്